അല്ലെങ്കിലും മറ്റുള്ളവരുടെ കണ്ണീരിന് മുമ്പില് ഗാർഗി ആന്റി തളരും. അവര് സഹായിക്കാതെ ആന്റിക്ക് ഉറക്കവും വരില്ല. നമ്മളോ ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ട് ജീവിക്കുന്നവരാ. പിന്നെങ്ങനെയാ അത്തരം ആൾക്കാരെ കാണുമ്പം മുഖം തിരിക്കുന്നത്? എന്ത് ചെയ്താലും പകരം കർത്താവ് തരും. അതിപ്പോ നന്മയാണെങ്കിൽ നന്മ, തിന്മ ചെയ്താൽ അങ്ങനെ. ആ എന്നാ രണ്ടുപേരും അങ്ങോട്ടിരുന്നോ. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുവരാം. വാ. പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയണമെങ്കിൽ ഏറെയുണ്ട്. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നതാണ് വിഷയം. ആ നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? അവിടെ വന്നിരിക്കുന്നതേ കളക്ടറും വക്കീലും കൂടിയാ. അവരുടെ അടുത്ത് ചെന്ന് സ്നേഹത്തോടെ എന്തൊക്കെയാ വേണ്ടതെന്ന് ചോദിക്ക്. നമ്മുടെ ഈ പണിയിൽ ആദ്യം പഠിക്കേണ്ടത് ടേബിൾ മാനേഴ്സാ. ഞാനെല്ലാം നിന്നെ പഠിപ്പിച്ചു തരാം. ചെന്ന് ഓർഡർ എടുക്ക്. ആന്റി, എനിക്ക് പെട്ടെന്നൊരു തലകറക്കം പോലെ. ഞാൻ കുറച്ചു നേരം ഒന്നിരുന്നോട്ടെ. പ്രഷർ എന്തെങ്കിലും കുറഞ്ഞോണ്ടായിരിക്കും. സാരല്ല, ഞാനിത് നോക്കിക്കോളാം. നീ ചെന്ന് റെസ്റ്റ് എടുക്ക്. ശാലിനി പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ എന്താ രണ്ടുപേർക്കും വേണ്ടത്? ആന്റി, ഞങ്ങൾക്ക് 2 ചായ വേണം. ബാക്കി ഞങ്ങൾ പിന്നാലെ പറയാം. ശരി. ഇന്നെന്നെ കാണാൻ സത്യാമ്മ വന്നിരുന്നു. കേസ് ഏൽപ്പിക്കാനാണോ? അതെ, തനിക്കെതിരെയുള്ള കേസ്. മകന്റെ കുട്ടികളെ ശാലിനി ബലാത്കാരമായി പിടിച്ചോണ്ടുപോയെന്നും കുട്ടികളെ വീണ്ടെടുത്തു കൊടുക്കണമെന്നും അതാണ് കേസ്. പക്ഷേ ഞാൻ കേസെടുത്തില്ല. തനിക്ക് കേസ് എടുക്കാൻ പാടില്ലായിരുന്നോ? അപ്പോ എനിക്ക് നല്ലൊരു വക്കീലിനെ നോക്കായിരുന്നല്ലോ. ഓ അങ്ങനെ. എന്തായാലും സത്യമ്മ സ്ട്രോങ് ആയിട്ടാ മുന്നോട്ട് പോകുന്നത്. ഞാനല്ലെങ്കിൽ മറ്റൊരു വക്കീല്. ശാലിനിക്കായി ഞാൻ ഒരുങ്ങിയിറങ്ങേണ്ടി വരുന്ന തോന്നുന്നു. നമുക്ക് നോക്കാം. ചായ റെഡി. അല്ല, പുതിയ സ്റ്റാഫ് എന്തേ? പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അതിനൊരു തലകറക്കം. ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉള്ള കുട്ടിയാ. ഞാനിവിടെ പിടിച്ചു നിർത്തിയെന്നേ ഉള്ളൂ. അല്ലെങ്കിലും മറ്റുള്ളവരുടെ കണ്ണീരിന് മുമ്പില് ഗാർഗി ആന്റി തളരും. അവര് സഹായിക്കാതെ ആന്റിക്ക് ഉറക്കവും വരില്ല. നമ്മളോ ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ട് ജീവിക്കുന്നവരാ. പിന്നെങ്ങനെയാ അത്തരം ആൾക്കാരെ കാണുമ്പം മുഖം തിരിക്കുന്നത്? എന്ത് ചെയ്താലും പകരം കർത്താവ് തരും. അതിപ്പോ നന്മയാണെങ്കിൽ നന്മ, തിന്മ ചെയ്താൽ അങ്ങനെ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. എല്ലാവർക്കും സങ്കടങ്ങളുണ്ട് ആന്റി. ഇവിടെ എങ്ങനെ ഇരിക്കുന്നെങ്കിലും 100 കാര്യങ്ങൾ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുക. മക്കളുടെ കാര്യം, കൂടപ്പിറപ്പുകളുടെ കാര്യം, അങ്ങനെയെല്ലാം എല്ലാം സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാ. എന്തോ അത്യാവശ്യമുണ്ടെന്ന് സത്യാമ്മയുടെ വെളിയിൽ നിന്ന് തന്നെ മനസ്സിലായി. അതാ വിളിച്ചപ്പോ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. വീട്ടിലാവുമ്പോ രാഘവേട്ടൻ കയറി എന്തെങ്കിലുമൊക്കെ പറയും. അതാ പുറത്തു വെച്ച് കാണാന്ന് പറഞ്ഞത്. പിന്നെ അറിയാവുന്നവര് തമ്മിലുള്ള യുദ്ധമാവുമ്പോ അതിന് ഇടനിലക്കാരെ നിൽക്കേണ്ടവരും അറിയാവുന്നവര് തന്നെ ആവട്ടെ എന്ന് കരുതി. കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. സത്യാമ്മ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. ശത്രു എതിർഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നവരല്ല, കൂട്ടത്തിൽ ഒപ്പത്തിനൊപ്പം കഴിഞ്ഞു വന്നവരാ. നമുക്ക് ജയിക്കേണ്ടതും അവരെ തന്നെയാ. സത്യാമ്മ ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. പറയാം.
അതിനു മുൻപ് എനിക്ക് ജയിക്കേണ്ടതും നീതി വാങ്ങിച്ചു തരേണ്ടതും ആരിൽ നിന്നാണെന്നും അത് എന്തിനാണെന്നും പറയുന്നതിനു മുൻപ് നിന്റെ ഭാര്യ പ്രീതി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവള് ചങ്കുപൊട്ടി മരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറയട്ടെ. ഇനി വിദേശത്തുനിന്ന് അവള് വിളിക്കുമ്പോഴേ അവളുടെ പൊന്നാങ്ങളയ്ക്ക് സംഭവിച്ച വലിയൊരു ചതി കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം നീ. എനിക്കതിന് കഴിയില്ല. പക്ഷെ നീ പറയണം, അവൾ അറിയണം. അവളുടെ ആങ്ങളയുടെ ഭാര്യ അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ചെയ്ത വലിയൊരു ചതിയുടെ കഥ. എന്താ രോഹിത് ഇതൊക്കെ? സത്യം എന്തൊക്കെയായി പറയുന്നത്? വിഷ്ണുവിനെ കാണാതായി എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. എന്താ വിഷ്ണുവിന് സംഭവിച്ചത്? അവനിപ്പം ജീവിച്ചിരിപ്പില്ലടാ. രോഹിത് പോയേടാ, നമ്മളെയൊക്കെ വിട്ടവൻ പോയെന്ന്. സത്യം എന്തായി പറയുന്നേ? കൊന്നതാ എന്റെ മോനെ. അവളാ യക്ഷി, അവൾ കൊന്നെന്റെ മോനെ. അയ്യേ ശാലിനി, എന്റെ മകനെ കൊന്നെന്ന്. എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ? എടാ, വെറും 30 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി അവൾ എന്റെ മകനെ കൊന്നെന്ന്. എന്റെ മകനെ കൊന്നിട്ട് അവളെങ്ങനെ മിടുക്കിയായി നിന്ന് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കണ്ട. എടാ, അവൾക്ക് തൂക്കുകയറ് വാങ്ങിച്ചു കൊടുക്കണം. അത് നിന്നെ കൊണ്ടേ കഴിയൂ. നിന്നെ കൊണ്ട് മാത്രമേ അത് നടക്കുള്ളൂടാ. എന്റെ മോള് പ്രീതി ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് എനിക്കൊപ്പം അവൾക്ക് നേരെ പട നയിച്ചേനെ. എനിക്ക് ജയിക്കണോടാ, എനിക്ക് ജയിച്ചേ ഒക്കൂ. സത്യാമ്മേ, ഈ പറഞ്ഞതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല. ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്റെ മുന്നിലുള്ള ശാലിനിക്ക് ഒരിക്കലും അവളുടെ വിഷ്ണുവേട്ടനോട് ഇങ്ങനെയൊന്നും ചെയ്യാനും സാധിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടവും സ്നേഹവും കരുതലുമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഇവരെ പോലുള്ള രണ്ടുപേരെ ഞാൻ മറ്റൊരു സ്ഥലത്തും കണ്ടിട്ടുമില്ല. ആയിരിക്കാം, പക്ഷെ അതൊക്കെ പണ്ട്. ചേടാ, ഇന്ന് അവള് ചതിച്ചു. ആ ചതിയുടെ ഫലം അവൾ അനുഭവിക്കണം. എന്റെ കുഞ്ഞിന്റെ ജീവനെടുത്ത് അവളുടെ ജീവൻ നിയമത്തിലൂടെ എനിക്ക് എടുക്കാൻ കഴിയണം. എടാ, അതിനുവേണ്ടി ഞാൻ പല വക്കീലന്മാരുടെ അടുത്ത് ചെന്നു. എല്ലാവരും ഒഴിവ് പറയുക. ശാലിനിക്ക് വേണ്ടി വാദിക്കാൻ വരുന്നത് അരുണ കൃഷ്ണമൂർത്തി എന്ന അഡ്വക്കേറ്റാ. ഓ, അരുണയോ? വക്കീലന്മാർക്കിടയിലെ ചെറിയൊരു ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയായി അരുണ. എടാ, ആ പട്ട് ഈ കേസോട് കൂടി താഴെ പോകണം. അതിന് നിന്നെ കൊണ്ട് കഴിയോടാ. ആന്റി, നമ്മൾ ഇതെങ്ങോട്ടാ പോകുന്നേ? ഇനി നീ അവിടെ നിന്ന് ശരിയാവില്ല. അവനെ വലിച്ചു കയറ്റിയതേ കഞ്ചാവാ. എന്തൊക്കെയോ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാ അവനവിടെ വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാനിതെങ്ങോട്ട് പോവും? നിനക്ക് സുരക്ഷിതമായ നല്ലൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതിനു വേണ്ടിയാ നിന്നെ ഞാൻ ഈ കൊണ്ടുപോകുന്നത്.
എന്റെ മകനെ കൊന്നിട്ട് അവളെങ്ങനെ മിടുക്കിയായി നിന്ന് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കണ്ട. എടാ, അവൾക്ക് തൂക്കുകയറ് വാങ്ങിച്ചു കൊടുക്കണം. അത് നിന്നെ കൊണ്ടേ കഴിയൂ. നിന്നെ കൊണ്ട് മാത്രമേ അത് നടക്കുള്ളൂടാ. എന്റെ മോള് പ്രീതി ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് എനിക്കൊപ്പം അവൾക്ക് നേരെ പട നയിച്ചേനെ. എനിക്ക് ജയിക്കണോടാ, എനിക്ക് ജയിച്ചേ ഒക്കൂ. സത്യാമ്മേ, ഈ പറഞ്ഞതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല. ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്റെ മുന്നിലുള്ള ശാലിനിക്ക് ഒരിക്കലും അവളുടെ വിഷ്ണുവേട്ടനോട് ഇങ്ങനെയൊന്നും ചെയ്യാനും സാധിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടവും സ്നേഹവും കരുതലുമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഇവരെ പോലുള്ള രണ്ടുപേരെ ഞാൻ മറ്റൊരു സ്ഥലത്തും കണ്ടിട്ടുമില്ല. ആയിരിക്കാം, പക്ഷെ അതൊക്കെ പണ്ട്. ചേടാ, ഇന്ന് അവള് ചതിച്ചു. ആ ചതിയുടെ ഫലം അവൾ അനുഭവിക്കണം. എന്റെ കുഞ്ഞിന്റെ ജീവനെടുത്ത് അവളുടെ ജീവൻ നിയമത്തിലൂടെ എനിക്ക് എടുക്കാൻ കഴിയണം. എടാ, അതിനുവേണ്ടി ഞാൻ പല വക്കീലന്മാരുടെ അടുത്ത് ചെന്നു. എല്ലാവരും ഒഴിവ് പറയുക. ശാലിനിക്ക് വേണ്ടി വാദിക്കാൻ വരുന്നത് അരുണ കൃഷ്ണമൂർത്തി എന്ന അഡ്വക്കേറ്റാ. ഓ, അരുണയോ? വക്കീലന്മാർക്കിടയിലെ ചെറിയൊരു ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയായി അരുണ. എടാ, ആ പട്ട ഈ കേസോട് കൂടി താഴെ പോകണം. അതിന് നിന്നെ കൊണ്ട് കഴിയോടാ. ഇതുപോലെ പേരുള്ള വക്കീലന്മാരെ തോൽപ്പിച്ചിട്ടാ പലരും ഉയർന്നു വന്നിട്ടുള്ളത്. എടാ, ഇത് നിന്റെ സ്വന്തം ചോരയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടോ. ഇതിൽ നീ ജയിക്കുക തന്നെ ചെയ്യും, അത് ഉറപ്പാ. സത്യാമ്മേ, ഈ കേസ് ഒന്ന് വിശദമായിട്ട് പഠിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ആലോചിക്കൊന്നും വേണ്ട. നീ എനിക്ക് വേണ്ടി, നമ്മുടെ വിഷ്ണുവിന് വേണ്ടി വാദിക്കണം. വാദിച്ച് ജയിക്കണം. എന്റെ പക അവളുടെ കഴുത്തിലെ കുരുക്കാക്കി നീ മാറ്റണം. എങ്കിലേ എന്നിലെ അമ്മയോട് എനിക്ക് നീതി കാട്ടാനാവൂ. എടാ, എനിക്ക് വേണ്ടി നീ അത് ചെയ്യണം. ചെയ്തേ പറ്റൂ. എന്താ എന്താ വേണ്ടേ? തീപ്പെട്ടി. തീപ്പെട്ടി ഉണ്ടോ? എന്താ മൈക്കിളെ? ഒരു തീപ്പെട്ടി വേണമായിരുന്നു. ദാ, കടയിൽ നിന്ന് വലിക്കരുത്. പോലീസ് ഇവിടെ ഓടിപ്പാഞ്ഞു നടക്കുന്നതാ. നിന്റെ വേഷം കെട്ട് ഇവിടെ എടുത്താൽ അവര് വന്ന് പൊക്കിക്കൊണ്ട് പോവും. ഓ, അവർ കൊത്താശയാ നിങ്ങൾ കാണുമായിരിക്കും അല്ലേ? തെറ്റ് കാണിച്ചാൽ ഞാൻ പറയും. അവിടെ ഞാൻ ബന്ധങ്ങളൊന്നും നോക്കാറില്ല. എങ്ങനെയെങ്കിലും നന്നാക്കാൻ പറ്റുമെന്നാ. ഇനിയിപ്പോ എന്ത് നന്നാവാൻ? ഇതുപോലൊക്കെ അങ്ങ് പോവും. ദാ, പുറത്തേക്ക് ഇറങ്ങി നിന്ന് വലിക്കടാ. ഓ, ഇവളിതെവിടെ പോയി? ആ തള്ളയും കാണുന്നില്ലല്ലോ.
നമ്മൾ ഇതെങ്ങോട്ടാ പോകുന്നേ? ഇനി നീ അവിടെ നിന്ന് ശരിയാവില്ല. അവനെ വലിച്ചു കയറ്റിയതേ കഞ്ചാവാ. എന്തൊക്കെയോ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാ അവനവിടെ വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാനിതെങ്ങോട്ട് പോവും? നിനക്ക് സുരക്ഷിതമായ നല്ലൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടിയാ നിന്നെ ഞാൻ ഈ കൊണ്ടുപോകുന്നത്. അവിടെ എന്തുകൊണ്ടും നീ സേഫാ മോളെ. എന്റെ മകനാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ദുഷ്ടന മോളെ, ദുഷ്ടൻ. അവൻ എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. അമ്മേ, വേദന കുറവുണ്ടോ അമ്മേ? ഇപ്പൊ കുഴപ്പമില്ല. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. അപ്പോഴേക്കും ചിലപ്പോൾ മാറുമായിരിക്കും. അല്ല, മക്കളൊന്നും കഴിച്ചില്ലല്ലോ. വിശക്കുന്നില്ലേ? ആദ്യം അമ്മയുടെ തലവേദന മാറട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാ മതി. അമ്മ കിടന്നോ, ഞങ്ങൾ പുറത്തിരുന്നോളാം. വാ പപ്പി. പെട്ടെന്ന് നമ്മുടെ അസുഖം മാറിയാ മതിയായിരുന്നു. നിനക്ക് വിശക്കുന്നുണ്ടോ? എനിക്കും വിശക്കുന്നുണ്ട്. ഇതെന്താ രണ്ടുപേരും സങ്കടപ്പെട്ടിരിക്കുന്നേ? അമ്മയ്ക്ക് സുഖമില്ല, തലവേദനയാ. എന്നിട്ട് മരുന്ന് വാങ്ങിച്ചു കൊടുത്തോ? ഞങ്ങള് ബാം പരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലേ. ഞാനൊന്ന് നോക്കട്ടെ. ഇനിയിപ്പൊ എന്ത് ചെയ്യും പപ്പി? ബാം പുരട്ടി കൊടുത്തിട്ടില്ലേ, ഇപ്പൊ മാറുമായിരിക്കും.